ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെൻസി ഫാം. ഇന്ന് എൻ്റെ ഒരു വർഷം പ്രായമുള്ള കുരുമുളകിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ വളർച്ചയും അതിൻ്റെ ചില പോരായ്മകളും കാലാവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ നട്ടിട്ടുള്ളത് എന്നാൽ കുമ്പുക്കിളി, കരിമുണ്ട, പിന്നെ ഐസർ വെറൈറ്റി ആയിട്ടുള്ള തേവം, ശ്രീകര, സുഭകര അങ്ങനത്തെ കുറച്ച് വെറൈറ്റികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പുതിയൊരു മുഖമായിരിക്കും. എൻ്റെ പേര് മനു. ഞാനൊരു ചെറിയ കർഷകനാണ്. പുതിയ ടേക്ക് ജനറേഷൻപ്പെട്ട ഒരു ചെറിയ കർഷകനാണ്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ നിർദ്ദേശവും ഉപദേശവും തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ. ഇതാട്ടോ ഐസർ തേവം. ഏകദേശം നട്ടിട്ട് ഒരു കൊല്ലമായിട്ടോ. ഇതിന് തിരി നട്ടില്ല, പക്ഷേ തിരി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഉള്ളി പറിച്ചിട്ടാളോ. കാരണം അടുത്ത പ്രാവശ്യം ഒന്ന് ഉഷാറായിട്ട് വളരാനാട്ടോ. ഇതിൻ്റെ അടിയിൽ കുറച്ച് എല്ലും പൊടിയും വേപ്പും പിണ്ണാക്ക് പിന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കേട്ടോ. ഇതാണ് ഓവറോൾ ഗ്രോത്ത്. ഇറക്കി പതക്കുകയും ചെയ്തിട്ടാണ്. ഇറക്കി പതക്കുമ്പോൾ ചുറ്റിലേക്ക് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ സാധാരണ വെറൈറ്റി കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടായത്. അപ്പോൾ തിരി വന്നതിനോ ഒരു തിരി ഉള്ളിൽ കഴിഞ്ഞ് അടുത്തിട്ടുണ്ടാകട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ആടെ വേറൊന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കയറിക്കണി, പക്ഷേ മേലോട്ട് കയറി പോണ്ടിരിക്കണം. മുമ്പോട്ട് പോയാൽ ഇവിടെ ഒരു അടിപൊളി തിരി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. തിരി ഉണ്ടാകുന്നില്ല. ഇതൊരു കൊല്ലമായതാണ്. ഇതും ഒരു കൊല്ലമായിട്ടുള്ള കേട്ടോ. പിന്നെ ഇത് ഏകദേശം 2-3 കൊല്ലമായി. ഇതിൻ്റെ മേലോട്ട് തിരിയിട്ടിട്ടുണ്ട്. നിറച്ചും തിരിയുണ്ട് കേട്ടോ. ഇത് മഹാഗണിമ നട്ടാട്ടോ. കണ്ടില്ലേ, നല്ലോണം പുറഞ്ഞിക്കണ്. അടിയിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും മുകളെത്തിയപ്പോൾ പ്രൂൺ ചെയ്തപ്പോൾ ഒന്ന് ഉഷാറായിട്ടോ. കുറച്ച് തിരിയിട്ടീനു. 2-3 ഉള്ളിൽ കഴിഞ്ഞാൽ ഉള്ളതൊക്കെ 2 വെച്ചേക്കണ്. അടുത്ത പ്രാവശ്യം ഒന്ന് ഉഷാറായിട്ട് വളരാനാണ് കേട്ടോ അങ്ങനെ വെച്ചത്. അധികം സ്ട്രെസ്സ് കൊടുക്കാണ്ട്. പിന്നെ ഇത് ഇടവിളായിട്ട് നല്ല വായ വെച്ച് കേട്ടോ, നേന്ത്രവായ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മറ്റ് സ്ഥലത്തേക്ക് പോയാൽ ഇവിടെ ഒരു അടിപൊളി വള്ളിയുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി കരിമുണ്ടിൻ്റെ വള്ളി കേട്ടോ. ഇത് ഉഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ. കരിമുണ്ട ഉഷാറായിട്ട് വളരുന്നുണ്ട്. പുതിയതിൽ വന്നിക്കണ്. ചുറ്റും നല്ല മണ്ണൊക്കെ ഇട്ടെടുത്തു കേട്ടോ. എല്ലും പൊടിയും വേപ്പും മണ്ണാക്കും ചാണകപ്പൊടി ഇട്ടെടുത്തു കേട്ടോ ചുറ്റും. പിന്നെ മറ്റ് കുമ്പുക്കല്ലൊക്കെ പോയി കേട്ടോ. ഇത് കരിമണ്ണിൻ്റെ വേറെ വെറൈറ്റി കേട്ടോ. ഇത് ഉഷാറായിട്ട് വളർന്നിക്കണ്. ഈമൻ തുരിയൊന്നും ഉള്ളി കഴിഞ്ഞില്ല. തിരി കാണാൻ നമുക്ക് സൈഡിലൊക്കെ തിരിണ്ടായിരുന്നു. ഉഷാറായിട്ട് വളരണം കേട്ടോ. മേലോട്ടൊക്കെ ഇത് പ്ലാവമല ചെയ്തത്. അടി കുറച്ച് ചന്തയായിട്ട് കാണും. നമ്മൾ കുമ്പുക്കല്ലേക്ക് പോയി നോക്കാം. ഇതാട്ടോ കുമ്പുക്കൽ. കുമ്പുക്കൽ പൊതിഞ്ഞ് വരുന്നുണ്ട്. ഈമ തിരി നട്ടിയില്ല, ഒരു വർഷം അയക്കിന്. അപ്പുറത്ത് കരിമുണ്ടയാണ്. ഇവിടെ ഒരു കുമ്പുക്കലുണ്ട്. ഇതിന് ചാണകം, മല്ലിപ്പൊടി, വേപ്പുണ്ടാക്കുക എല്ലാത്തും കൊടുക്കുന്നുണ്ടോ. ഇത് ഇൻ്റർവളാണ്. ഇവിടെ കാപ്പി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കാപ്പിയുണ്ട്. പിന്നെ അവിടെ ഒരു പേരക്കയാണ് കേട്ടോ. അവിടേക്ക് നോക്കിയാൽ കാണാം നല്ല കരിമുണ്ടുണ്ട്. അത് ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഈ കരിമുണ്ടേക്ക് നോക്കിയാൽ കാണാം ഉഷാറായിട്ട് വന്നിക്കണം. ചുറ്റും ചന്തലേക്ക് വന്നിക്കണ്. കരിമുമ്പല ഇട്ടത് കേട്ടോ. അപ്പുറത്തൊരു ഇതുണ്ട് കേട്ടോ, കൊമ്പുക്കൽ. ഇത് സാധാ കുരുമുളക് കേട്ടോ. ഇപ്രാവശ്യം ചീഞ്ഞ് കഴിഞ്ഞു പിന്നെ ഇട്ടതാണ്. ഇത് നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇതൊരു കങ്ങുമ്പോൾ ചെയ്ത കരിമുണ്ട കേട്ടോ. ഞാൻ അവിടെ കട്ട് ചെയ്താനും ഇവിടെയും കട്ട് ചെയ്തു. പക്ഷേ പുതിയ ശിഖര വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഉഷാറായി വളരുന്നുണ്ട്. നല്ലോണം ഇറക്കി പറിച്ചിക്കണ് അടിയിൽ നിന്ന് കായ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇവിടെ പുതിയ 2 ചന്തല ഇട്ടൊക്കെ കേട്ടോ. ഇത് പിന്നെ ഫാദറിൻ്റെ ചേവാട്ടോ. തേങ്ങൻ്റെ കച്ചവടമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ആയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കുരുമുളകും ചെയ്യുന്നുണ്ട് എൻ്റെ ഭാഗമായിട്ട്. ഇവിടെ കരിമണ്ണിൻ്റെ നല്ലൊരു ഇതുണ്ട് കേട്ടോ വള്ളി. ഇത് നിറച്ചും തിരിയുണ്ട്. അടിയിൽ നിന്ന് കാണാൻ കഴിയും അല്ലേ. ഇപ്രാവശ്യം മഴ തല തിരിയിട്ടീനു. പക്ഷെ ഇപ്രാവശ്യം ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴ ഇല്ല. എന്താ കാരണം അറിയില്ല. കാലാവസ്ഥ എന്താ മാറിയെന്ന് അറിയില്ല. എൽനിനോ എഫക്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പിന്നെ സമ്മിശ്ര കൃഷി കേട്ടോ. എല്ലാം ഉണ്ട്. കവുങ്ങുണ്ട്, റംബൂട്ടാനുണ്ട്, കാപ്പിയുണ്ട്. പിന്നെ ജാതിൻ്റെ പുതിയ തയ്യാൻ വെച്ചിട്ടുണ്ടോ. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിൽ കൂടി വരും. പിന്നെ ഇത് കറാമ്പൂൻ്റെ കേട്ടോ. ഇത് ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ടോ. ഇത് ജാതിൻ്റെ പുതിയ വെച്ചാണ്. 4 ജാതി വെച്ചേക്കാണ്. പിന്നെ ഇവിടെ ഐസറിന് 2 വെറൈറ്റി പരിചയപ്പെട്ട് തരാം. ഇത് ഐസർ ശ്രീകര, അത് സുഭകര കേട്ടോ. ശ്രീകര ഉണ്ടില്ല, ഞാൻ അടിയിൽ നിന്ന് ഇറക്കി പറിച്ചുകൊണ്ട് ഉഷാറായിട്ട് വളരുന്നുണ്ട്. ഇവിടെ വരെ മോൾ ഒരേ കയറിനു. ഞാൻ പറിച്ച് അടിയൊക്കെ വെച്ചാട്ടോ. എന്നാൽ അടിയിൽ നിന്ന് കായ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെറിയ മാറ്റം വന്നാലേ നമുക്ക്
നല്ലൊരു ഇല്ല് പ്രതീക്ഷയായി. അല്ലാണ്ട് ഇത് മേലോട്ട് കയറി പോയി ഇവിടെ ഫുള്ള് സ്പേസ് വരും. ഇത് കാപ്പി കേട്ടോ, ഇത് ഐസർ വേറെ വെറൈറ്റി കേട്ടോ. മേലോട്ട് കയറി പോകുന്നുണ്ട്. ഇതൊന്ന് ഇറക്കി പതുക്കണം. പക്ഷെ മായ ഒരു 3 ദിവസം ഇല്ലാത്തതുകൊണ്ടാണ് ഇറക്കി പതുക്കാതെ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റിലൊക്കെ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ.